നമസ്കാരം. ഞാൻ ഓൾ കേരള പട്ടി അസോസിയേഷന്റെ സെക്രട്ടറിയാണ്. ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളെ അപ്പം തിന്നാൻ വേണ്ടി കൈകൊട്ടിയ റോട്ട്വെയിലർ ഡോറ മോളെ കുറിച്ച്. ഇതിപ്പം ഞാൻ വേറൊരു സഹോദരിയെ കുറിച്ച് സംസാരിക്കുകയാണെന്ന്. ഇതിപ്പം നമ്മൾ ഈ മനുഷ്യരെ താളത്തിനകത്ത് തുള്ളാൻ നിന്നാൽ അത് ഭയങ്കര പ്രശ്നമാവും. ഇതെന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടിട്ടോ. ഈ സഹോദരിയുടെ പേരെനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പിങ്കി എന്നാണ് പൊന്നു എന്നങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ പൊന്നു എന്ന് വിചാരിക്കും. പൊന്നു ഇത് എന്തോന്ന് കാണിക്കുന്ന പൊന്നു. അവര് അംഗൻവാടി പോകാന്ന് പറഞ്ഞ് വിളിച്ചാൽ അപ്പഴേ ബാഗും തൂക്കി അങ്ങ് ഇറങ്ങുകയാണ് ചെയ്യാനുള്ളത് ഇരുകാലിൽ. ഇതിപ്പോ പൊന്നു പറഞ്ഞ ഈ എസ് അങ്ങനെ കയറി ചരിത്രമായാലേ നമ്മൾ സകല പട്ടികളും സ്കൂളിൽ പോകേണ്ട അവസ്ഥ വരും. ഇത് ഏത് പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്ന് പറയുന്നത് ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസമാക്കി മാറ്റരുത്. അത് വിദ്യാഭ്യാസം ഭയങ്കര ആപത്താണ് പൊന്നുകുട്ടി. ഇതിപ്പോ എല്ലാ പട്ടിയൊക്കെ മെനക്കേടാവുമല്ലോ കുട്ടി. ഇതിപ്പം പഠിച്ചങ്ങനെ പാസ്സായി പോയാൽ പിന്നെ ജോലിക്ക് പോകേണ്ടി വരും. സ്റ്റാർട്ടിങ്ങിൽ സാലറി ഒക്കെ ഭയങ്കര കുറവാണ്. പിന്നെ എന്തായാലും അഡ്മിഷൻ എടുത്ത സ്ഥിതിക്ക് മിക്കവാറും അവർ സ്ഥിരം ഇനി പറഞ്ഞു വിടാൻ ശ്രമിക്കും. അപ്പൊ എന്ന് രാവിലെ എണീച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അടവ് കാണിക്കുക, ചുമയാണ് കുരച്ചിട്ട് ബൗ എന്ന് പറഞ്ഞൊക്കെ കാണിക്കുക, വയ്യെന്ന് പറയാം, വാല് വേദനയെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു, ജോമെട്രി പെട്ടി കണ്ടില്ലെന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മാക്സിമം മുടക്കാൻ നോക്കുക. ഇനി അഥവാ പോയാൽ പറ്റുമെങ്കിൽ ക്ലാസ് ചെന്ന് കഴിഞ്ഞിട്ട് ഉഴപ്പുക. മാക്സിമം ക്ലാസ് ഇരുന്ന് സംസാരിക്കുക, കുശു അടി കൂടെ ഓടോ റിവൻ കളിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ക്ലാസ്സിൽ മാക്സിമം അലമ്പ് കാണിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഇത് സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകല്ലേ. ഇത് എല്ലാവർക്കും പണിയാണിത്. ഇതിനെതിരെ നടപടി ഉണ്ടാകുന്നത് വരെ നിയമസഭയുടെ മുമ്പിൽ കൂടി ഇന്ന് കുരയ്ക്കാനാണ് നമ്മുടെ തീരുമാനം.